ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാവും. വിക്ഷേപിക്കുന്ന ആൾക്ക് ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയാത്ത റെഡ് ആരോ മിസൈൽ തരപ്പെടുത്താനുള്ള പരക്കം പാച്ചിലിൽ പാകിസ്ഥാൻ. ഇന്ത്യയുടെ കവചിത സുരക്ഷാ ശേഷിയിലെയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും ഒപ്പം നിൽക്കാൻ പാകിസ്ഥാന്റെ അവസാന പിടിവള്ളിയാണ് ചൈനയുടെ റെഡ് ആരോ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നതിനാൽ കൂടുതൽ ആയുധ സംവിധാനങ്ങൾക്കായി ചൈനയെ സമീപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ചൈനീസ് നോറിൻകോഡ് ആന്റി ടാങ്ക് മിസൈലായ റെഡ് ആരോ ലഭിക്കാനുള്ള പരക്കം പാച്ചിലാണ് പാക് അധികൃതർ. ചൈന നോറിൻകോ വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ടാങ്ക് വേധ മിസൈൽ സംവിധാനമാണ് റെഡ് ആരോ. ഇതിന്റെ സർഫസ് ടു സർഫസ് വകഭേദമാണ് AFT-10. ഇത് ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് ഉപയോഗിക്കുന്ന ഒരു നോൺ ലൈൻ ഓഫ് സൈറ്റ് മിസൈലാണ്. മിസൈൽ വിക്ഷേപിക്കുന്ന ആൾക്ക് ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയണം എന്ന് നിർബന്ധമില്ല. മിസൈൽ സഞ്ചരിക്കുമ്പോൾ അതിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ട് ഓപ്പറേറ്റർക്ക് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സാധിക്കും. HJ-10 ഏകദേശം 10 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. കവചിത വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതും HJ-8 പോലുള്ള പഴയ ടാങ്ക് വേധ സംവിധാനങ്ങളാണ്. ലൈസൻസ് നിർമ്മിത ബക്തർ ചിക്കൻ വകഭേദവും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കവചിത സുരക്ഷാ ശേഷിയിലെയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും വളർച്ചയാണ് പാകിസ്ഥാൻ ഇത്തരം ആയുധങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്ന നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. അതേസമയം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയർ ആൻഡ് ഫോർഗറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലായ നാഗ് ഉൾപ്പെടെയുള്ളവയുമായി തയ്യാറാണ് ഇന്ത്യൻ സൈന്യം. ഈ മിസൈലിന്റെ പൊഖ്രാനിലെ പരീക്ഷണവും പ്രകടിപ്പിച്ച കൃത്യതയും ശ്രദ്ധേയമാണ്. അത് പാകിസ്ഥാന്റെ മുട്ടിടിപ്പിക്കുകയാണ്. ഫയർ ആൻഡ് ഫോർഗറ്റ് ഇതാണ് നാഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. മിസൈലിലെ ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിച്ച് ലക്ഷ്യം സ്വയം കണ്ടെത്തി പിന്തുടർന്ന് നശിപ്പിക്കാൻ ഇതിന് സാധിക്കും. ഇത് മിസൈൽ വിക്ഷേപിക്കുന്ന വാഹനത്തിനോ സൈനികർക്കോ തൊടുത്തുവിട്ട ശേഷം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാനുള്ള സമയം നൽകും. ഇൻഫ്രാറെഡ് സീക്കർ ലക്ഷ്യത്തിൽ നിന്നുള്ള താപവികിരണങ്ങളെ ആശ്രയിച്ചാണ് ഇതിന്റെ സീക്കർ പ്രവർത്തിക്കുന്നത്. ഇത് പകലും രാത്രിയിലും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ നാഗിനെ സഹായിക്കുന്ന ഘടകമാണ്. വിക്ഷേപണത്തിന് മുൻപ് തന്നെ ലക്ഷ്യത്തെ ലോക്ക് ചെയ്യാൻ ഇതിന് സാധിക്കും. ആധുനിക യുദ്ധ ടാങ്കുകളിൽ സാധാരണയായി കാണപ്പെടുന്ന എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് കവചങ്ങളെ മറികടക്കാൻ കഴിവുള്ള ടാൻഡം ഷേപ്ഡ് ചാർജ് വാർഹെഡ് ആണ് നാഗിൽ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും പുതിയ ടാങ്കുകൾക്കെതിരെയും ഫലപ്രദമാണ്. ദൂരപരിധി നാഗ് മിസൈലിന് ഏകദേശം 4 കിലോമീറ്റർ, നാഗ് മാർക്ക് 2 4 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും. കാലാൾപ്പടയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലും കൂടാതെ നാഗ് മിസൈൽ കാരിയറായ നാമിക്കയിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും. ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ഹെലിന എന്ന വകഭേദവും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. നാമിക എന്നാൽ അതായത് നാഗ് മിസൈൽ കാരിയറായ നാമിക ഇതിൽ നിന്ന് ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ തൊടുത്തുവിടാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. നാമിക്കയുടെ വരവോടെ നാഗ് സംവിധാനത്തിന്റെ മൊബിലിറ്റിയും പ്രവർത്തനക്ഷമതയും വർദ്ധിച്ചു. DRDO വികസിപ്പിച്ചെടുത്ത നാഗ് മാർക്ക് 2 മിസൈൽ ആധുനിക കവചിത ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നാഗ് മിസൈൽ കാരിയർ പരീക്ഷണങ്ങളും വൈറലായിരുന്നു. നാഗ് ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റം വാങ്ങുന്നതിനായി ലൈറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ 2500 കോടിയുടെ കരാറുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെക്കുകയും ചെയ്തു. അതേസമയം പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കെതിരെ കടുത്ത ആക്രമണം നടത്തുമെന്ന് ആവർത്തിച്ച് പറയുന്ന പാകിസ്ഥാന് യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളില്ല എന്നാണ് റിപ്പോർട്ട്. മെയ് 2 നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. ദേശീയ വാർത്താ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ആയുധക്ഷാമം കാരണം പാകിസ്ഥാന്റെ യുദ്ധശേഷി വെറും 4 ദിവസം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് വിവരം. നിലവിൽ സംഘർഷങ്ങൾ നടക്കുന്ന ഉക്രൈൻ, ഇസ്രയേൽ രാജ്യങ്ങളുമായുള്ള ആയുധ ഇടപാടുകളാണ് പാകിസ്ഥാനെ വലച്ചത്. ഇത് പീരങ്കികളുടെയും വെടിക്കോപ്പുകളുടെയും ക്ഷാമത്തിനും കാരണമായി. ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാലും അത് 96 മണിക്കൂർ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഇത് പാക് സൈന്യത്തെ സ്വാഭാവികമായും ദുർബലപ്പെടുത്തും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ ഇപ്പോൾ വൻ തിരിച്ചടിയാണ് ആയുധക്ഷാമം. ഇതോടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം വളരെയധികം ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് എന്നാണ് വിവരങ്ങൾ. പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് സൈന്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.